ബോയ് ഫ്രണ്ട് അർജുൻ്റെ കൂടെ പുറത്ത് പോയിക്കൊണ്ടിരുന്നപ്പോൾ ഒരു ആക്സിഡന്റ് ആയി സുനിൽ എന്നയാൾ മരിച്ചു പോകുന്നു. ഉടനെ ഹീറോയിൻ പോലീസിനെ കോൾ ചെയ്യാൻ പോകുന്നു. അപ്പോൾ അർജുൻ കോൾ ചെയ്യേണ്ടെന്ന് പറഞ്ഞ് ഡെഡ് ബോഡിയെ കാറിന്റെ ഡിക്കിയിലാക്കി കാർ വെള്ളത്തിൽ തള്ളിയിടുന്നു. അത് ആരോ കണ്ടിട്ട് കോടിക്കണക്കിന് കാശ് ചോദിച്ച് ബ്ലാക്ക്മെയിൽ ചെയ്യുന്നു. ആ കാശ് കൊടുക്കാനായി ഒരു ഹോട്ടലിൽ പോയപ്പോൾ അവിടെ ആരോ അർജുനെ അടിച്ചു കൊല്ലുന്നു. അപ്പോൾ പോലീസ് ഹീറോയിനെ സംശയിച്ച് അവളെ അറസ്റ്റ് ചെയ്യുന്നു. പക്ഷേ ഹീറോയിൻ അവളുടെ പവർ യൂസ് ചെയ്ത് പോയ വേഗത്തിൽ ബെയിൽ വാങ്ങി തിരിച്ചിറങ്ങുന്നു. ഈ കേസിൽ നിന്ന് പൂർണ്ണമായി രക്ഷപ്പെടാൻ ഗുപ്ത എന്ന ലോയറിനെ അപ്പോയിന്റ് ചെയ്യുന്നു. അയാൾ ഹീറോയിനോട് തിരിച്ചും മറിച്ചും ക്വസ്റ്റ്യൻ ചോദിച്ച് കള്ളം പറഞ്ഞാൽ കൺഫേം ആയിട്ട് ജയിലിൽ പോകേണ്ടി വരും എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുകയും ചെയ്ത് ഹീറോയിൻ്റെ വായിൽ നിന്ന് പോലീസ് പോലും അറിയാതെ പല സത്യങ്ങൾ പുറത്തു കൊണ്ടുവരുന്നു. ആക്ച്വലി അന്ന് ആക്സിഡന്റ് ആയ കാര്യം പോലീസിൽ ഇൻഫോം ചെയ്യണമെന്ന് പറഞ്ഞത് ഹീറോയിനാണ്. അത് മാത്രമല്ല ആ സമയം സുനിൽ മരിച്ചിട്ടില്ലായിരുന്നു. അതറിഞ്ഞിട്ടും ഹീറോയിൻ അവനെ വെള്ളത്തിൽ തള്ളിയിട്ട് കൊല്ലുന്നു. അപ്പോൾ അർജുൻ കുറ്റബോധം കാരണം സുനിലിന്റെ പേരൻസിനെ വിളിച്ച് സത്യമെല്ലാം പറയുന്നു. എന്നിട്ട് അർജുൻ ഹീറോയിനെ പോലീസിൽ അകപ്പെടുത്താനായി ബ്ലാക്ക്മെയിലറിനെ പോലെ കോൾ ചെയ്ത് ഹോട്ടലിൽ വരുത്തുന്നു. ഇത് ഹീറോയിൻ എങ്ങനെ അറിഞ്ഞ് അർജുനെയും കൊല്ലുന്നു. എല്ലാം വന്ന ശേഷം ഗുപ്ത അവിടെ നിന്ന് പോകുന്നു. അല്പം കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ഗുപ്ത വരുന്നു. സത്യം പറഞ്ഞാൽ ശരിക്കുമുള്ള ഗുപ്ത ഇതാണ്. മകനെ കൊന്നത് ഹീറോയിനാണെന്ന് മനസ്സിലാക്കിയ പേരൻസ് അവളുടെ സ്വാധീനം മനസ്സിലാക്കി ഹീറോയിൻ്റെ വായിലൂടെ സത്യങ്ങളൊക്കെ പുറത്തു കൊണ്ടുവന്ന് ആ എവിഡൻസ് പോലീസിന് കൊടുക്കാൻ വേണ്ടി സുനിലിൻ്റെ അച്ഛനാണ് ഗുപ്തയെ പോലെ വേഷം മാറി വന്നത്.